ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയേക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഓരോരുത്തർ പറയും, ഞാനിപ്പോൾ അങ്ങ് ഡിപ്രഷനിലാണ്, ഞാൻ 2 ദിവസം ഡിപ്രഷനിലായിപ്പോയി, ഞാനിപ്പോൾ ഡിപ്രഷനിലാണ്, അല്ല എനിക്ക് ആ ഒരു സമയത്ത് അല്ല നൈറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഡിപ്രഷനായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നോർമലി ഇങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു ഈസി ഒരു സംഭവമാണോ ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അത് ഫേസ് ചെയ്ത ആൾക്കാർക്കും അത് ഫേസ് ചെയ്ത ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയാം. ഒരിക്കലും അങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് ഞാൻ 2 ദിവസം ഡിപ്രഷനിലായിപ്പോയി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വാക്കേ അല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ്. പലർക്കും പല പല കാരണങ്ങളാവാം. പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളല്ല. അവർക്ക് ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ നോർമലി പറയുന്നത് ടെൻഷൻ ഉണ്ടാവും, വിഷമം, പിന്നെ അതുപോലെ അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ. അത് സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, ടെൻഷൻ ഉള്ളത് സിമ്പിളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ആ വാക്കിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കോമൺ ആയിട്ട് എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അതല്ല, അത് വല്ലാത്ത ഒരാളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നത്. അവരുടെ ഫുഡ് കഴിക്കാൻ താല്പര്യം ഇല്ലാണ്ടിരിക്കുക, ഉറക്കം ഇല്ലാണ്ടിരിക്കുക, അങ്ങനെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫിസിക്കലി മെൻ്റലി വളരെ രീതിയിൽ ബാധിക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതേ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇപ്പോഴും ഡിപ്രഷൻ പേഷ്യൻ്റാണ്. ഇപ്പോൾ സ്റ്റിൽ ഞാൻ ഡിപ്രഷൻ പേഷ്യൻ്റാണ്. ഞാൻ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളാണ്. 1 year ആയിട്ട് ഞാൻ ഡിപ്രഷൻ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് നമുക്ക് ക്ഷീണം, തലവേദന, ബോഡി പെയിൻ, ഉറക്കമില്ലായ്മ, ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലായ്മ, അങ്ങനെ പോയി മെൻ്റലി ഫിസിക്കലി നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാവും. ചിലവർ അതിനുള്ള അറ്റംപ്റ്റ് നടത്തും. അങ്ങനെ സിവിയർ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടാവും. എനിക്ക് പക്ഷെ ശരിക്കും ഡിപ്രഷൻ വന്നത് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ പെയിനിലൂടെയാണ്, ബോഡി പെയിനിലൂടെയാണ് എനിക്ക് അത് മനസ്സിലായത്. ഒരു 3 വർഷങ്ങളോളായി. ആ 3 വർഷത്തിന് മുമ്പ് എനിക്ക് ഒരു ബോഡി പെയിൻ വന്നതായിരുന്നു. ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ ബോഡി മുഴുവൻ, നമ്മുടെ വിരല്, കൈ, ഓരോ ജോയിൻസ് എല്ലാം, വിരലിൻ്റെ ഈ ജോയിൻ അടക്കം വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ ഈ വേദന വരുന്നത് പ്രത്യേകിച്ചും ഈ നമ്മുടെ മെൻസസ് ആവുന്നതിൻ്റെ മുമ്പ്, പ്രീ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ലേ 1 week മുമ്പ്, ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഓവുലേഷൻ ടൈം, അങ്ങനെയൊക്കെയാണ് എനിക്ക് പെയിൻ വരുന്നത്. അപ്പം ഇങ്ങനെ പെയിൻ ആദ്യം വന്ന് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ ഗൈനക്കോളജിസ്റ്റിനാണ് ഫസ്റ്റ്. കാരണം ഈ ഓവുലേഷൻ ടൈമും മെൻസസിന് മുമ്പൊക്കെ വരുന്നതുകൊണ്ട് ഈ പീരീഡ്സുമായിട്ടും ഇതുമായിട്ടും റിലേഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റിനാണ് കാണിച്ചത്. പക്ഷെ ഗൈനക്കോളജിസ്റ്റിന് കാണിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റിന് ഒന്നും പ്രശ്നമൊന്നും അവർ കണ്ടെത്തിയില്ല. അത് കഴിഞ്ഞ് പിന്നെ PCOD അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമായിരിക്കും എന്നുള്ള ഇതിൽ ഉണ്ടായി. അങ്ങനെ ഈ ഹോർമോണിൻ്റെ തന്നെ നോക്കുന്ന എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറുണ്ട്, സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോർമോൺ, PCOD അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഹോർമോണിൻ്റെ തൈറോയിഡ് അതൊക്കെ നോക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ കാണിച്ചിട്ട് എൻ്റെ പെയിന് അവർ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അവർക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവരെന്നിട്ട് കുറേ എനിക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അതിന് ഡെഫിഷ്യൻസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ടൈപ്പ് വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ആ ടൈമിൽ എനിക്ക് വൈറ്റമിൻ D ഒക്കെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല മരുന്നുകളും വൈറ്റമിൻ ടാബ്ലറ്റ്സ് കുറേ തന്നു. എന്നിട്ട് അങ്ങനെ കുറച്ചൊക്കെ
ചേഞ്ച് വന്നു. എന്നിട്ട് ചേഞ്ച് വന്നിട്ട് പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് വീണ്ടും അസുഖം വന്നു. അതും എനിക്ക് പീരീഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് വന്നത്. എന്നപ്പോൾ ഞാൻ വീണ്ടും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. വീണ്ടും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സ്കാൻ ചെയ്തൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇത് ഗൈനക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം അല്ല, നിങ്ങൾ മറ്റേ ഈ വാദമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്കൂ, കാരണം ഇത് ബോഡി പെയിൻ ആണല്ലോ, അപ്പോൾ ആ വാദമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വാദത്തിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയി. വാദത്തിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ടും ഡോക്ടർക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരിതൊന്നും ഡോക്ടർക്ക് തോന്നിയില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞു, എന്നിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ നോക്കി. പിന്നെ വീണ്ടും വീണ്ടും ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ആ അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നില്ല. എന്നിട്ട് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് കുറച്ച് മെൻ്റലി കുറച്ച് പ്രോബ്ലംസ് ആയി വന്നത്. മെൻ്റലി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചില്, സൗണ്ടിൽ കരയുക, ഭയങ്കര സങ്കടം വരിക, ഉറക്കെ കരയുക, അങ്ങനെ പിന്നെ പോയി ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നിൽക്കുക, അങ്ങനെ എന്തൊക്കെയോ മെൻ്റലി എന്തൊക്കെയോ ഒരു ഇതുണ്ടാവുന്ന പോലെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എനിക്ക്. ഞാൻ പാസ്റ്റിൻ്റെ കാര്യം കുറേ ചിന്തിച്ചിട്ട്, പാസ്റ്റിലുണ്ടായ ഓരോ വിഷമങ്ങളും ഒക്കെ, പാസ്റ്റ് ഫ്യൂച്ചർ, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് അങ്ങനെ കുറേ എന്തൊക്കെയോ അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ പോയത്. അപ്പോൾ ഈ വാദത്തിൻ്റെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സെൽഫായിട്ട് പിന്നെ ഇങ്ങനെ യോഗ, അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെയൊക്കെ കുറേ ചെയ്തു. പിന്നെ രാവിലെ എഴുന്നേറ്റു. അപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടായിട്ടുണ്ടാവണം. എന്നാൽ അതിൻ്റെ കൂടെ വർക്ക് ഫ്രം ഹോം ജോബിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ യോഗ, മെഡിറ്റേഷൻ, അതുപോലെ മോർണിംഗ് പാർക്കിലൊക്കെ പോയി ഒന്ന് നടന്നിട്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടും എനിക്ക് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ മെൻ്റലി ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവരെ റെഫർ ചെയ്തു. എന്നിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്കിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു ചൂട് വരും, തലയുടെ പിറക് വശത്ത് ഇങ്ങനെ ചൂട് വരും. അതുപോലെ തലയിൽ എന്തോ വെയിറ്റ് ഉള്ളത് പോലെയും, തലയ്ക്ക് ഒരു കനം, തലക്ക് ഒരു ഭയങ്കര ഒരു വേദനയല്ല, എന്നാലും ഒരു ചെറിയൊരു വേദന, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പെയിൻ കാര്യങ്ങൾ അതൊക്കെ വരും. അപ്പം ഞാൻ ഇതൊക്കെ ഇവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള സൊല്യൂഷനൊന്നുമില്ല. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് വലിയ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല. ഈ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ തന്നെ എഫേർട്ട് ഇട്ടിട്ട് ഈ യോഗ, മെഡിറ്റേഷൻ, അതുപോലെ വാക്കിങ് അതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മെൻ്റലി കുറച്ച് ഒരു ആശ്വാസം കിട്ടുന്നത് പോലെ തോന്നി. പക്ഷേ ഈ പെയിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് ഞാൻ ഈ കാണിച്ചു കഴിഞ്ഞാൽ വാദത്തിൻ്റെ ഡോക്ടറോട് തന്നെ പറഞ്ഞു എനിക്ക് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, സൈക്കോളജിസ്റ്റിനല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യാറില്ല, സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാറുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവസാനം ഞാൻ സിക്സ്ത് ഡോക്ടറാണ് എൻ്റെ സിക്സ്ത് ഡോക്ടറാണ് സൈക്കാട്രിസ്റ്റ്. ഈ വേദനയും കൊണ്ട് ഞാൻ അവസാനം പോയത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അപ്പോഴും എനിക്ക് പെയിൻ വരുന്നത് സൈക്കാട്രിക്കൽ പ്രോബ്ലം കൊണ്ടാണെന്ന് എനിക്ക് വിശ്വാസമില്ല, എനിക്കത് തോന്നുന്നില്ല. എന്നിട്ട് ഡോക്ടറോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു ഡിപ്രഷനാണ്. അപ്പോൾ ഞാൻ പെയിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പെയിൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ പെയിനൊക്കെ വരുമോ? നമ്മുടെ ചിന്തയിൽ എന്താ, ടെൻഷൻ വരും, കരച്ചിൽ വരും, സൂയിസൈഡ് തോട്ട്സ് വരും, അങ്ങനെ പല പല കാര്യങ്ങളും വരുന്നല്ലേ. അല്ലാതെ ഇങ്ങനെ പെയിൻ വരും, ബോഡി മുഴുവൻ വേദന, തിരിയാനും മറിയാനും പറ്റാത്ത, നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന, ജോയിൻറ്റിലെ വിരലടക്കമുള്ള ഇങ്ങനെ ജോയിൻറ്റുകൾക്ക് വേദന എന്നൊക്കെ പറയുന്നത് നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്നിട്ട് അങ്ങനെ ഈ ഡോക്ടർ തന്ന ആ മെഡിസിൻ ഞാൻ കഴിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ പെയിൻ പിന്നെ വീണ്ടും കുറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി
ഡിപ്രഷൻ കാരണം വന്നിട്ടുള്ള പെയിനാണ് എനിക്കിത്. ഡിപ്രഷൻ കാരണം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അപ്പോഴാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് ആ റിയാലിറ്റീനെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയും നമ്മൾ കാണുന്ന പോലെയും നമ്മൾ സൊസൈറ്റിയിൽ നോർമലി പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഒരാൾക്ക് വരുന്നത് ഡിഫറെൻ്റായ ഓരോ ബോഡിയും ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ, ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ, ഓരോ അസുഖങ്ങൾ വരുമ്പോഴും അത് കാണിക്കുന്ന സിംറ്റംസും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇതിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലരും ചിലപ്പം ഇതുപോലെ ഞാൻ ചിന്തിച്ചതുപോലെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മളങ്ങനെ 1-2 ദിവസം കൊണ്ട് മാറുന്ന ഒരു സാധനം അല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതൊരു വലിയ പ്രോസസ്സാണ്. വലിയൊരു മാസങ്ങളോളമുള്ള നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് പോയി അതിൻ്റെ എക്സ്ട്രീം ലെവൽ എത്തുന്നതാണ് ഞാൻ ആ ഒരു ടൈം എനിക്ക് തോന്നി, എനിക്ക് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് എനിക്ക് സെൽഫായിട്ട് തോന്നി. തോന്നിയിട്ട് ഞാൻ തന്നെ ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാണിക്കാനുള്ള ആ ഒരു മനസ്സെനിക്കുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ചിലവർക്ക് അതുണ്ടാവില്ല. കാരണം അത് ഈ ഡിപ്രഷൻ വല്ലാത്ത രീതിയിൽ അങ്ങ് വലിയൊരു സ്റ്റേജിലേക്ക് അവർക്ക് പോയത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പോസിറ്റീവ് തോട്ട് പോലും, കാരണം ഇന്ന് ഡോക്ടറെ കാണിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് ഒരു തോട്ടിലേക്ക് എത്താൻ ബ്രെയിൻ അവരെ അനുവദിക്കുന്നില്ല. കാരണം അത്രയും സ്റ്റേജിലേക്ക് പോയി. ഞാനെന്തോ അത്രയും സ്റ്റേജിലേക്ക് പോവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നുള്ള ആ ഒരു തോട്ട് വന്നത്. അത് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഈ പറയുന്നത് പോലെ, ഞാൻ ഇപ്പം അതിന് ശേഷം 3 വർഷങ്ങളായിട്ട് ഞാൻ 2 വർഷത്തോളം ആ ട്രീറ്റ്മെൻറ്റ് ഓരോ ഡോക്ടറെയും കാണിച്ച് നടന്നു. എനിക്കറിയില്ല ഇതിൻ്റെ റീസൺ എന്നറിയില്ല. ഓരോ ഡോക്ടർമാർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ റീസൺ. 2 വർഷത്തോളമാണ് ഞാൻ അങ്ങനെ ആ ഒരു ഇതും കൊണ്ട് നടന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞേ ഉള്ളൂ ഞാൻ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് തുടങ്ങിയിട്ട് മെഡിസിൻ കഴിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആ ഒരു അസുഖത്തിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. വലിയ രീതിയിൽ ഓരോരുത്തർക്കും പ്രോബ്ലം ഉണ്ടാക്കുന്ന അസുഖം തന്നെയാണിത്. അപ്പോൾ എനിക്കുണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കുക, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വരും. അപ്പം നമ്മുടെ ബോഡീനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അതിന് സൊല്യൂഷൻ കാണാനും നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റിയെന്ന് വരും. അപ്പോൾ എനിക്ക് ഡിപ്രഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ റിക്കവറി അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് പാർട്ടുകളായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഇന്ന് ഇത്രയൊക്കെ ആണുള്ളത്. എന്താണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം? ഇതൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.